നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി മുസ്ലിം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് വിശ്വാസികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊപ്രക്കളം ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിന് ഇസ്മയിൽ ബുസ്താനി നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം MI അബ്ദുൽ ജലീൽ, കൂരിക്കുഴി ജുമാ മസ്ജിദിൽ ഖത്തീബ് മുഹമ്മദ് സാദിഖ് സഖാഫിയും നേതൃത്വം നൽകി. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ ബലിപെരുന്നാൾ നമസ്കാരം നടന്നു. മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലി നിസ്കാരത്തിന് നേതൃത്വം നൽകി. പെരുന്നാൾ സമ്മാനവുമായി എത്തിയ യുവാവിന് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. ചേലക്കര സൂപ്പിപ്പടി കുണ്ടുപാടം വീട്ടിൽ സുലൈമാനെയാണ് ഭാര്യ വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചത്. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ദേശീയപാത പുതുക്കാട് ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി സ്വദേശി പെരുവത്ത് മജീദിന്റെ മകൻ 20 വയസ്സുള്ള മർസൂഖാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അജ്മലിനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് ബസ് യാത്രക്കാരായ 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ സ്റ്റേറ്റ് ബാങ്കിന് മുൻവശത്തായിരുന്നു അപകടം. കുന്നംകുളം ആർത്താറ്റ് ബസ്സും ജീപ്പും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ജീപ്പ് ഡ്രൈവർ മുല്ലശ്ശേരി കൂരിക്കോട്ട് വീട്ടിൽ സുജിത്, സഹായി ഇതര സംസ്ഥാന തൊഴിലാളിയായ സുശീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് വീടുകളിൽ മോഷണം. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപം കളറാട്ട് കായ്പറമ്പിൽ ഗിരീഷ്, കുഴിക്കാട്ട് ചന്ദ്രമതി എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത്. ഫാസ്ടാഗ് ഇല്ലാത്തതിനാൽ മാളയിൽ നിന്നുള്ള KSRTC ബസ്സുകൾ ആമ്പല്ലൂർ വരെയാക്കി സർവീസ് ചുരുക്കുന്നു. ഇതുമൂലം സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും സംഭവിക്കുന്നതായി യാത്രക്കാർ. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസിന് മണിക്കൂറുകളുടെ ഇടവേള. നിർത്തിവെച്ച് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ സർവീസ് പുനരാരംഭിക്കണമെന്ന് യാത്രക്കാർ. ഭൂചലനങ്ങൾ തുടർക്കഥയാകുമ്പോൾ ദേശമംഗലത്തെ ഭൂചലന നിരീക്ഷണ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. അധികൃതരുടെ അനാസ്ഥ മൂലം ഭൂചലന നിരീക്ഷണ കേന്ദ്രം നോക്കുകുത്തിയായി. മാടക്കത്തറ കുരിയപ്പാടത്തെ തണ്ണീർത്തടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ. സ്വകാര്യ വ്യക്തി ക്വാറി വേസ്റ്റ് ഉപയോഗിച്ചാണ് വ്യാപകമായി തണ്ണീർത്തടം നികത്തുന്നത്. പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. മക്കയിൽ ജുംറയിൽ കല്ലെറിയൽ കർമ്മം നടത്തവെ മലയാളി കുഴഞ്ഞു വീണ് മരിച്ചു. പാവറട്ടി സ്വദേശി പുതുമനശ്ശേരിയിൽ താമസിക്കുന്ന നാലകത്തെ 70 വയസ്സുള്ള NP മുസ്തഫയാണ് മരിച്ചത്. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെയും യുവജന സംഘം ഷഷ്ടി കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി CD പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര വാദ്യ കലാകാരന്മാരുടെ കൂട്ടായ്മയായ കൊടകര മേളകലാ സംഗീത സമിതിയുടെ സുവർണമുദ്ര പുരസ്കാരത്തിന് ചെണ്ട കലാകാരൻ അവിട്ടത്തൂർ രാജപ്പൻ അർഹനായി. ഓഗസ്റ്റ് 17-ന് കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിൽ സുവർണമുദ്ര സമ്മാനിക്കും. പാടൂർ അൽ സലാം സലഫി മസ്ജിദിൽ വലിയ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരത്തിന് ഷുഐബ് മദീനി നേതൃത്വം നൽകി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥിയുടെ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം ചേർന്നത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിനു മുന്നിലുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രതിഷേധ യോഗം നടത്തി. BJP എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി യോഗം ഉദ്ഘാടനം ചെയ്തു. പൂങ്കുന്നം രാജീവ് ഗാന്ധി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. ചലച്ചിത്ര താരം ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാറ്റുകര കിഴക്കേതലയിൽ റോഡിലെ അപകടകരമായ കുഴികളടച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാതൃകയായി. പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമദാനവുമായി രംഗത്തെത്തിയത്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ആന്റണി വടക്കേത്തല മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
പുത്തൻകാട് ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ ആദരം ഉദ്ഘാടനം ചെയ്തു. പോപ്പ് ജോൺ പോൾ പീസ് ഹോം റംബൂട്ടാൻ കൃഷിക്ക് തുടക്കമായി. റംബൂട്ടാൻ തൈകളുടെ നടീൽ ഉദ്ഘാടനം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര നിർവഹിച്ചു. ചെളിയും മാലിന്യങ്ങളും നിറഞ്ഞ ഒഴുക്ക് തടസ്സപ്പെട്ട നാലാംകല്ല് അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്തുള്ള ചാല് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാർ എന്ന ജീവകാരുണ്യ പ്രവർത്തക കൂട്ടായ്മയിലെ അംഗങ്ങളാണ് സന്നദ്ധ സേവനത്തിന് മുന്നിട്ടിറങ്ങിയത്. മണലി പുഴയിൽ നീർനായക്കൂട്ടത്തെ കണ്ടത് ആശങ്കയ്ക്കിടയാക്കുന്നു. മണലി മടവാക്കര റോഡിനോട് ചേർന്നുള്ള പുഴയിലാണ് വാഹനയാത്രക്കാർ നീർനായകളെ കണ്ടത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനായി ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസിനെ തെരഞ്ഞെടുത്തു. നിലവിൽ ചെന്നൈ ഭദ്രാസിബനാണ് സാമുവൽ മാർ തെയോഫിലോസ്. സ്ഥാനാരോഹണം ഈ മാസം 22-ന് തിരുവല്ല കുറ്റപ്പുഴ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടക്കും. പെരുന്നാൾ നമസ്കാരത്തിനായി തൃശൂർ നഗരത്തിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇബ്രാഹിം ഹലാഫി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികളാണ് പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കെ മുരളീധരന്റെ തോൽവി സംബന്ധിച്ച് പഠിക്കാനായി നിയോഗിച്ച KPCC ഉപസമിതി നാളെ തൃശൂരിലെത്തും. മുൻ MLA KC ജോസഫ്, അഡ്വക്കേറ്റ് T. സിദ്ദിഖ് MLA, INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിനായി എത്തുന്നത്. മണലൂർ പാലാഴി കല്ലുപാലത്തിന് സമീപത്തെ വീട്ടിൽ നിന്നും 2 ബാരൽ വാഷും ചാരായവും അന്തിക്കാട് പോലീസ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട പാലാഴി സ്വദേശി ചാളിപ്പാട്ട് മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.